ആത്മലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യോഗികൾ ബ്രെയിനിൻ്റെ അതർ ഡയമെൻഷനിലേക്ക് ആക്സസ് നേടുന്നുണ്ട്, സയൻറ്റിസ്റ്റുകളും അങ്ങനെ അതർ ഡയമെൻഷനിലേക്ക് ആക്സസ് നേടി ചില സയൻറ്റിഫിക്കൽ ഇൻഫർമേഷൻസൊക്കെ എടുക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ ഫോക്കസിങ് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള എനർജി കിട്ടുന്നത്? അവർ ഒരേ കാര്യം തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടാണ് ഫോക്കസിങ് ചെയ്യാനുള്ള ആ എനർജി അവർക്ക് കിട്ടുന്നത്, കോൺസെൻട്രേഷൻ കിട്ടുന്നത്. ഇപ്പോൾ സൂര്യപ്രകാശം ഒരു ലെൻസിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ, ഒരേ പോയിന്റിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ എനർജി കിട്ടില്ലേ എന്നതുപോലെ അവർ ഒരേ കാര്യം ചിന്തിച്ചുകൊണ്ടാണ് ഈ ഫോക്കസിങ് കിട്ടുന്നത്. പക്ഷേ ഈ ഒരേ കാര്യം ഇത്തരത്തിൽ ചിന്തിക്കണമെങ്കിൽ അവരെ പുറത്തുനിന്ന് ഒരു ഡ്രൈവിംഗ് ഫോഴ്സും അവരെ ബാധിക്കാതെ ഇരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഒരേ കാര്യം ചിന്തിക്കാനുള്ള ഒരു ഫോക്കസിലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്നാൽ ഫോക്കസ് ചെയ്യാനുള്ള എനർജി അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? അതാണ് ഒരു മനോശക്തിയാണത്. ആ മനോശക്തി എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും മനോശക്തി. പക്ഷേ ഒരു കാര്യം തുടർച്ചയായി ചെയ്യാനുള്ള എനർജി കുറവായിരിക്കും, അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടാവില്ല. സാധാരണ മനുഷ്യൻ ഏത് പ്രവൃത്തി ചെയ്യാനും പുറത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ എനർജി കുറവായതുകൊണ്ട്. അപ്പോൾ ഈ രണ്ട് ഡ്രൈവിംഗ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഒരാൾ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് എങ്കിൽ ആ വ്യക്തി അഡിക്ഷനിലേക്കാണ് പോകുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്ഷനിലേക്കാണ് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് ഫോഴ്സാണ് പ്ലഷർ ആൻഡ് പെയിൻ. ഇതിൽ നിന്നും നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള എനർജി കിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ എനർജി ഡിസ്ട്രാക്ഷൻ ആയി പോകുകയും ചെയ്യും. നമുക്ക് അതർ ഡയമെൻഷനിലേക്ക് ആക്സസ് കിട്ടില്ല. നമ്മുടെ മൈൻഡ് കാമാവാതെ നമുക്ക് അതർ ഡയമെൻഷനിലേക്ക് ആക്സസ് കിട്ടില്ല. അപ്പോൾ എന്താണ് ഈ പ്ലഷർ ആൻഡ് പെയിൻ? നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിൽ നിന്നെല്ലാം ഒരു ബെനിഫിറ്റ്സ് പ്രതീക്ഷിക്കും, അല്ലേ? അത് കൂടാതെ ഉള്ളത് നിലനിർത്താനും ഉപയോഗിക്കും. അതിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയാലും ഒരു ബെനിഫിറ്റ്സ് പ്രതീക്ഷിച്ചു കൊണ്ടല്ലേ, സന്തോഷം കിട്ടാൻ വേണ്ടിയല്ലേ ഫ്രണ്ട്ഷിപ്പും. ഒരു കൂലിപ്പണിക്കാരനോട് എന്തിനാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പറയും, ഓരോ ദിവസവും പണിത് കിട്ടുന്ന പൈസ കൊണ്ടാണ് അന്നന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇത് പോയില്ലെങ്കിൽ, ജോലിക്ക് പോയില്ല എങ്കിൽ എനിക്ക് നാളെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ജോലി ചെയ്യുന്നു. അപ്പോൾ പെയിനാണ് അവിടെ എടുക്കുന്നത്. ആ ഫോഴ്സ്, ആ വ്യക്തി ഡെയിലി ജോലിക്ക് പോകാൻ കാരണം ഒരു പെയിനാണ്, അല്ലേ? ഇതേ കാര്യം സാമ്പത്തികമായി മെച്ചത്തിലുള്ള ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും, ഇത് പുതിയ ഒരു കാറ് വാങ്ങണം, പുതിയൊരു മോഡൽ വാങ്ങണം. അപ്പോഴും അവിടെ ഒരു പെയിൻ ഉണ്ട്. പഴയതിൻ്റെക്കാളും ബെറ്ററായിട്ട് വാങ്ങണം. ആ ഒരു പെയിനിൽ നിന്ന് രക്ഷപ്പെടണം, കുറച്ചും കൂടി കംഫർട്ടാവണം. അപ്പോൾ ആ പെയിനിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ രണ്ട് കാര്യം എടുക്കുന്നുണ്ട്, പ്ലഷറും എടുക്കുന്നുണ്ട്, അപ്പോൾ കൂടുതൽ ബെനിഫിറ്റ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എല്ലാവരെയും ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്. ഇപ്പോൾ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഏത് പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിലും അതിന് പിന്നിലും ഈ രണ്ട് ഡ്രൈവിംഗ് ഫോഴ്സ് തന്നെയാണ്. സോപ്പ് വാങ്ങിച്ചാലും ഒരു ഹെയർ ഓയിൽ വാങ്ങിച്ചാലും ഇത് തന്നെയാണ്. സോപ്പ് വാങ്ങിക്കുമ്പോൾ എന്താണ്, സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യും, അതേപോലെ സ്കിൻ കൂടുതൽ ഗ്ലോ ആകും. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ളതൊരു പെയിനാണ്, സ്കിന്നിൻ്റെ ആ ഒരു ഇത് നിലനിർത്തണം എന്നുള്ളതൊരു പെയിനാണ്. വീണ്ടും ഗ്ലോ ചെയ്യുന്നുള്ളത് ഒരു ബെനിഫിറ്റാണ്. ഇതേപോലെ തന്നെ ഹെയർ ഓയിൽ, മുടി കൊഴിച്ചിലുണ്ടാവുന്നില്ല, കൂടുതൽ മുടി ഉണ്ടാവും. അപ്പോൾ മുടി നിലനിർത്താനും, ഉള്ള മുടി നിലനിർത്തി പോകാനും, മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും, കൂടുതൽ ഉണ്ടാവാനും പ്ലഷറിനും, പെയിനും പ്ലഷറിനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു അഡിക്ഷനിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കും ഈ രണ്ട് ഫോഴ്സുകൾ നമ്മളെ. ഇത് രണ്ടും പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ ഫോഴ്സുകളാണ്. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡ്രിങ്ക്സ്, സിഗരറ്റ് ഇത് മാത്രമല്ല. ഏത് കാര്യത്തിലും സ്വയം നിയന്ത്രണമില്ല എങ്കിൽ അത് അഡിക്ഷൻ തന്നെയാണ്. അതിപ്പോൾ ദേഷ്യമായാൽ പോലും, അതിപ്പോൾ വെറുപ്പായാൽ പോലും, അതിപ്പോൾ ഒരു സംശയമായാൽ പോലും, നമുക്ക് സ്വയം നിയന്ത്രണം ഇല്ലാതെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു അഡിക്ഷൻ തന്നെയാണ്. അതൊരു വികാരമായാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൊബൈൽ കാണുന്നതായാലും ടി വി കാണുന്നതായാലും
ഭക്ഷണം നിയന്ത്രണമില്ലാതെ കഴിച്ചാലും അഡിക്ഷൻ തന്നെയാണ്. ചിലർ 10 തലമുറയ്ക്കുള്ള പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് വീണ്ടും പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ലൈഫ് വളരെ ഷോർട്ടാണ്. ഉണ്ടാക്കിയ പൈസ അനുഭവിക്കാനുള്ള സമയം പോലും കിട്ടാതെ മണി മേക്കിംഗ് സ്കില്ലിൽ അവർ അഡിക്ഷനായി പോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്കും ആ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരും ഒരു അഡിക്ഷനിൽ തന്നെയാണ്. അതർ ഡയമെൻഷനിലേക്ക് ആക്സസ് കിട്ടില്ല. ഒരു ഫിസിക്കൽ വേൾഡിലേക്ക് മാത്രമാണ് ആക്സസ് കിട്ടുള്ളൂ. ഇതേപോലെ തന്നെ അറിവ് നേടുന്നവരും പല പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടാവാം, പല കാര്യങ്ങൾ അവരുടെ അറിവ് എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോഴും മൈൻഡ് കാമാവില്ല, അതർ ഡയമെൻഷനിലേക്ക് ആക്സസ് കിട്ടില്ല. എന്നാൽ അറിവ് നേടുന്നവർക്ക് ഒരു വ്യത്യാസം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേഗം ആക്സസ് നേടാം സറണ്ടർ ചെയ്തുകൊണ്ട്. അറിവിന് എവിടെയെങ്കിലും സറണ്ടർ ചെയ്തുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ആക്സസ് നേടാൻ പറ്റും. ജ്ഞാനോദയത്തിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. മൈൻഡ് പവർ കൂടുതലുള്ളവർ വളരെ ഡിസിപ്ലിൻ ഉള്ളവരായിരിക്കും. അവരെല്ലാ കാര്യത്തിലും സ്വയം തീരുമാനമെടുക്കാൻ പ്രാപ്തരായിരിക്കും. എപ്പോൾ എണീക്കണം, എന്ത് ചെയ്യണം, എന്ത് വായിക്കണം, സമയം എങ്ങനെ ഉപയോഗിക്കണം, ഭക്ഷണത്തിലുള്ള നിയന്ത്രണം തുടങ്ങിയ എല്ലാ കാര്യത്തിലും അടുക്കും ചിട്ടയും ഉള്ളവരായിരിക്കും. ചിലർക്കിത് ജന്മന കിട്ടും, ആ ഒരു മൈൻഡ് പവർ കിട്ടും. പക്ഷേ ഇത് ജന്മന കിട്ടിയാലും അത് അഡിക്ഷനിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഭൂരിഭാഗവും. അപ്പോൾ അവർക്ക് എങ്ങനെ ഇതിലേക്ക് എത്താൻ പറ്റും? അത് പുറത്തു നിന്നുള്ള ഈ ഡ്രൈവിംഗ് ഫോഴ്സായ പെയിൻ ആൻഡ് പ്ലഷർ അവരെ ഉണ്ട് എങ്കിൽ അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. മാനസിക ശക്തി കുറഞ്ഞവർക്ക് ഡിസിപ്ലിൻ കുറവായിരിക്കും. രാവിലെ എണീക്കണം എന്ന് വിചാരിക്കും, പക്ഷേ എണീക്കാൻ പറ്റില്ല. ഒരുപാട് ഭക്ഷണം കഴിക്കേണ്ട എന്ന് വിചാരിക്കും, പക്ഷേ നിയന്ത്രിക്കാൻ സാധിക്കില്ല. മൊബൈലൊക്കെ മാറ്റി വെക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇന്ന് പറ്റില്ല. ഇന്ന് രാവിലെ ഒരു 5 മണിക്ക് എണീക്കണം എന്ന് വിചാരിക്കും, നടക്കില്ല. അവരുടെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം അവരെ നയിക്കുന്നത് ഈ 2 ഫോഴ്സുകളാണ്, പെയിൻ ആൻഡ് പ്ലഷറാണ്. അപ്പോൾ അവർ കൂടുതൽ എൻജോയ്മെൻറ്റ് ഇതിലാണ് കിട്ടുക, അതിലേക്ക് ഫോക്കസ് ചെയ്യും. ഉള്ളതിനെ നിലനിർത്താൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോഴ്സ് എടുത്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ബോഡി ഫിറ്റ്നസ് കാര്യങ്ങൾ അതിലേക്കൊക്കെ പോയി അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് അവർ ആ ഒരു ഫോക്കസിലേക്ക് കടന്നിട്ടുണ്ടാവും. അപ്പോഴും അതർ ഡയമെൻഷനിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുന്നില്ല. ഫിസിക്കൽ വേൾഡിലാണ് ആക്സസ് കിട്ടുന്നത്. എല്ലാ കാര്യവും മൈൻഡ് പവർ കുറവുള്ളവർക്ക് ശ്രദ്ധ കുറവായിരിക്കും, ഓർമ്മശക്തി കുറവായിരിക്കും. എന്നാൽ ഈ മൈൻഡ് പവർ നമുക്ക് നേടാനായിട്ട് ഇങ്ങനെ എനർജി സ്കാറ്റേഡായി പോകുന്നത് കൊണ്ട് 10 മിനിറ്റ് പോലും ധ്യാനത്തിലിരിക്കാൻ പറ്റില്ല പലർക്കും. അതർ ഡയമെൻഷനിലേക്ക് ഒന്നും ആക്സസ് കിട്ടില്ല. അപ്പോൾ ഈ ധ്യാനം ചെയ്യാൻ വേണമെങ്കിലും ഒരു ശക്തി വേണം. അപ്പം അങ്ങനെ കിട്ടണമെങ്കിലും ധ്യാനം ചെയ്ത് എക്സ്പീരിയൻസ് നേടിയ ഒരാളുടെ മൈൻഡ് പവർ ഉപയോഗിച്ച് നമുക്കതിലേക്ക് എത്താം. ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശക്തി കിട്ടി തുടങ്ങും. അതിലൂടെ നമുക്ക് അതർ ഡയമെൻഷനിലേക്ക് ആക്സസ് കിട്ടും, നമുക്ക് സ്വയം പോകാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് നമ്മൾ ധ്യാനം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ശക്തി ഉപയോഗപ്പെടുത്തണം. അപ്പോൾ അവരുടെ ശക്തി അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടും. അതിലൂടെ നമുക്കത് ആ ഒരു ധ്യാനം ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാക്കിയെടുക്കാം. ധ്യാനം ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് നമുക്ക് അതിൽ നിന്നും ശക്തി കിട്ടി തുടങ്ങും. ഈ 2 ഫോഴ്സും ആയിരിക്കില്ല പിന്നെ നമ്മളെ നയിക്കുക. പെയിൻ ആൻഡ് പ്ലഷർ നമ്മളെ നയിക്കില്ല, അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. അത് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു അഡിക്ഷനിലും പെടില്ല, ഫിസിക്കൽ വേൾഡിൽ അഡിക്ഷൻ ആവില്ല. അപ്പോൾ നമ്മളെ നയിക്കുന്ന ഒരു ഫോഴ്സാണ്, ഡിവൈൻ ഫോഴ്സാണ് എമ്പതി. എമ്പതി എന്ന് പറയുന്നത് സിമ്പതി അല്ല കേട്ടോ. സിമ്പതി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കരുണാ മനോഭാവം, അതല്ല. എമ്പതി സഹാനുഭൂതിയാണ്. എല്ലാ ജീവജാലങ്ങളോടും, എല്ലാ മനുഷ്യരോടും, എല്ലാ മൃഗങ്ങളോടും, പക്ഷികളോടും, എല്ലാത്തിനോടും ഒരേപോലെ ഒരു സ്നേഹവും ആദരവും ഒക്കെ തോന്നുന്ന ഒരു വികാരമാണ് സഹാനുഭൂതി. സഹാനുഭൂതി കൊണ്ടാണ് നമ്മൾ ഒരാളെ സഹായിക്കുന്നതെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ ഒരു ബെനിഫിറ്റ്സും എടുക്കുന്നില്ല, നമ്മൾ ഒരു പെയിനും നമ്മൾ അവരിൽ നിന്ന് സ്വീകരിക്കുന്നില്ല. സഹാനുഭൂതി ആകുമ്പോൾ, കരുണയാകുമ്പോൾ നമ്മൾ പെയിൻ സ്വീകരിക്കും, നമ്മളതിൽ നിന്നൊരു സന്തോഷം എടുക്കും. കരുണ കൊണ്ട് ഒരാളെ സഹായിക്കാൻ പോയാൽ നമ്മളൊരാളെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും, അത് കരുണയാണ്. സഹാനുഭൂതിയിലാണ് നമ്മൾ ഒരാളെ സഹായിക്കുന്നത് എങ്കിൽ നമുക്ക് അവരുടെ സന്തോഷം പോലും നമ്മൾ എടുക്കുന്നില്ല, അതിൽ നിന്ന് ബെനിഫിറ്റ്സും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു എല്ലാത്തിനെയും ഒരേപോലെ കാണാൻ ശ്രമിക്കും. എല്ലാ
ജീവജാലങ്ങളെയും മനുഷ്യരെയും വ്യക്തികളെയും ഒരേപോലെ നമുക്ക് കാണാൻ കഴിയും. അതാണ് സഹാനുഭൂതി. അവിടെ നമ്മളെ നയിക്കുന്ന ഫോഴ്സ് പിന്നെ ആ ഒരു സിമ്പതി അല്ല, എമ്പതി ആയിരിക്കും. എമ്പതി നമ്മളെ നയിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ധ്യാനം ചെയ്യാനുള്ള ശക്തി കൂടുതൽ കിട്ടും. അതർ ഡയമെൻഷനിലേക്ക് ആക്സസും കിട്ടിത്തുടങ്ങും. ഇനി പെട്ടെന്നൊരു ദിവസം അതർ 90% ബ്രെയിനിലേക്കും അങ്ങോട്ട് നമ്മൾ ആക്സസ് കിട്ടി പെട്ടെന്ന് പോകാമെന്ന് വിചാരിക്കാൻ പറ്റില്ല. അതിനും പല പല ഘട്ടങ്ങളുണ്ട്, സ്റ്റെപ്പുകളുണ്ട്. അതുവഴി മാത്രമാണ് നമുക്ക് അതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിവ് നേടിക്കൊണ്ട് മാത്രമാണ് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തടുത്ത വീഡിയോയിലൂടെ ധ്യാനം എങ്ങനെ ശരിയായ രീതിയിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഡ്രൈവിംഗ് ഫോഴ്സിലൂടെ നമുക്ക് ലൈഫിനെ കൊണ്ടുപോകാം എന്നുള്ളതെല്ലാം അടുത്തടുത്ത വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.